അൽ ഉസ്താദ് റോസ്റ്റഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരിക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം വരും. ഇപ്പോൾ എന്താ പ്രശ്നം അറിയില്ല. കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരും, എപ്പോഴെപ്പോഴും ഉറക്കം വരും. അപ്പോൾ ചോദിച്ച് ചെന്നപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അള്ളാഹിനോട് ഹുബില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹിനോട് പെരുത്ത ഹുബുള്ള ആൾക്ക് ചിലപ്പോൾ ദിവസങ്ങളോളോ വർഷങ്ങളോളോ മാസങ്ങളോളമോ കൊല്ലങ്ങളോളമോ ഒക്കെ ഉറങ്ങാണ്ട് കുത്തിരിക്കാൻ കഴിയും. നമുക്കൊരു ചെറിയ വയൽ കേട്ടിട്ട് വരാം. കേരളക്കാർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനിയായ വലിയ മഹാനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കോഴിക്കോട് ജീവിച്ച മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു 400 വർഷങ്ങൾക്ക് മുമ്പ് വലിയ പണ്ഡിതനായിരുന്നല്ലോ അവർ. മലയാളികൾക്ക് വേണ്ടി രചിച്ച ഗ്രന്ഥമാണ് മുഹ്യിദ്ദീൻ മാല എന്നത്. എന്താ മുഹ്യിദ്ദീൻ മാലയുടെ പ്രമേയം? മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ പറയുകയാണ്. അതെ, ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്തുകൾ പറയുന്ന ആ ഒരു മാല പണ്ട് കാലത്തൊക്കെ സാധാരണ മുസ്ലിം വീടുകളിൽ നിത്യേന പാടിക്കൊണ്ടിരുന്നതാണ്, ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. മങ്കൂസ് മൗലിദും ഇതേപോലെയുള്ള മാലകളും കറാമത്ത് ബൈത്തുകളും എന്തിനേറെ പറയുന്നു, പക്ഷിപ്പാട്ട് വരെ ഒരു കാലത്ത് മുസ്ലിം വീടുകളിൽ അവരുടെ വൈകുന്നേരങ്ങളെ സംഗീത സാന്ദ്രമാക്കിയിരുന്നു. ഇപ്പം അതൊന്നും ആൾക്കാർക്ക് അത്ര വിശ്വാസമല്ല. ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്കൊരു രസം തോന്നുന്നത് CM വലിയുള്ളാഹിയുടെ കറാമത്തുകളാണ്. ഇപ്പം അതും കേൾക്കാൻ ആളുകൾക്ക് സമയമില്ല. കാരണം എല്ലാവരും ഓൺലൈൻ മജ്ലിസുകളിലാണ്. ചിലവർ സ്വർഗത്തിൽ കൊണ്ടുപോകും, ചിലവർ നരകത്തിൽ നിന്ന് രക്ഷിക്കും, ചിലവർ മദീനത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പല പരിപാടികൾ. അപ്പോൾ എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മാല മൗലിദുകളൊക്കെ വീടുകളിൽ കുറവാണ്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണ് ഇവിടെ നൗഷാദ് ഹസനി. പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണല്ലോ. പണ്ട് കാലത്ത് ഇങ്ങനെ മാല മൗലിദുകളും കറാമത്ത് കഥകൾ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ ബൈത്തുകളും കിതാബുകളും ഒക്കെ ഉള്ളതുപോലെ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ AP ഉസ്താദിനുമായിട്ട് യോജിച്ചു പോയിരുന്നെങ്കിൽ AP ഉസ്താദിന്റെ കറാമത്തുകളൊക്കെ അടുത്തു നിന്ന് കണ്ട ആൾ എന്ന രീതിയിൽ കേരളക്കരയാകെ പ്രസംഗിച്ച് നടക്കേണ്ടിയിരുന്ന ആളാണ് ഈ പറയപ്പെടുന്ന നൗഷാദ് ഹസനി. ഒരു കാലത്ത് പകര ഹസനയുടെ കൂടെ കൂടി മത്സരിച്ച് AP ഉസ്താദും CM വലിയുള്ളാഹിയും തമ്മിലുള്ള ബന്ധവും CM-ഉം അള്ളാഹും തമ്മിലുള്ള ബന്ധവും AP ഉസ്താദും മുഹമ്മദ് നബിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഘോരം തള്ളിമറിച്ച് കൊണ്ട് നടന്ന ഒരേ കമ്പനിയിലെ ആളുകളാണ് ഇവര്. പക്ഷെ ഇപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കച്ചവട പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ ഒക്കെ ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടി ചകടയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് കുറച്ച് കയറ്റി പറയും. അതായത് പകര പറഞ്ഞിരുന്ന തള്ളിനേക്കാൾ കുറച്ച് കയറ്റിയ തള്ളാണ് ഇപ്പൊ നൗഷാദ് ഹസനി കൂട്ടരും തള്ളുന്നത്. കാരണം ആളുകൾക്ക് പുതിയ സിനിമകള്, പുതിയ ആവേശം, പുതിയ ഫൈറ്റുകളൊക്കെ കൊടുത്താലല്ലേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് കുറച്ച് കടന്ന കൈ തള്ളുകളൊക്കെയാണ് നൗഷാദ് ഹസനിയും കൂട്ടരും തള്ളുന്നത്. അതുകൊണ്ടാണ് AP വിഭാഗത്തിലെ പലരും വന്നിട്ട് കറാമത്ത് നമ്മൾ ഇങ്ങനെ തള്ളരുത്, ഇങ്ങനെ കറാമത്ത് തള്ളിയാൽ എങ്ങനെ ശരിയാവും, വിശ്വാസികൾക്കുള്ള ഈമാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരോടിന്റെ വരെയുള്ള കരച്ചിലുകളൊക്കെ നമ്മൾ കേട്ടത്. എന്തായാലും ഇന്ന് ഇദ്ദേഹം പറയുന്ന തള്ള് കുറച്ച് കടന്ന തള്ളാണ്, കുറച്ച് പഴയ തള്ളാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ രീതികൾ പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ട് അവർ ഉന്നതമായ സ്ഥാനത്തെത്തി എന്ന് പഠിപ്പിക്കുകയാണ്. മുഹ്യിദ്ദീൻ മാലയിൽ ശൈഖ് അവരെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, 40 കൊല്ലം രാത്രിയിൽ തീരെ ഉറങ്ങിയിട്ടില്ല. 40 കൊല്ലം ആണ് അവർ കണ്ടത്. ഓരോരുത്തരുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കണ്ടതാണോ പറയാം. അപ്പൊ ജീവിതത്തിൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് അവർക്ക് ഉറക്കമില്ല. അള്ളാഹുവിനോട് ഇഷ്ടം വെച്ച് നിന്നവർ അവർക്ക് എങ്ങനെ ഉറക്കം വരും? അപ്പൊ 40 കൊല്ലം ഉറങ്ങാതെ നിന്ന ഷെയ്ഖിന്റെ കഥ. ആ ഉറക്കമില്ലായ്മയുടെ കാരണമാണ് ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങി നടന്നപ്പോ എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, അത് അള്ളാഹുവിൽ പ്രിയമില്ലാണ്ടായിപ്പോയി. മുർത്തദ്ദായാൽ ഉറക്കം തൂങ്ങിയായി പോകും. പിന്നെ നമ്മൾ ഉറക്കം തന്നെ ഉറക്കമായിരിക്കും. അതിന്റെ കാരണം എന്താ? അള്ളാഹുവിനോട് പ്രിയമില്ല. അള്ളാഹിനോട് പ്രിയമുള്ളതിനനുസരിച്ചിട്ടാണ് ഔലിയാപ്പാപ്പമാര് എത്ര മണിക്കൂർ ഉറങ്ങും എന്ന് തീരുമാനിക്കും. അള്ളാഹിനോട് 75% ഇഷ്ടമുള്ള ആൾക്കാർ വൈകുന്നേരത്തെ 2.5 മണിക്കൂറൊക്കെ ഉറങ്ങും. 100% അള്ളാഹിനോട് പ്രിയം വെച്ച ആൾക്കാർ ഒരു പോളെ കണ്ണടക്കാതെ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഇനി ഭക്ഷണം കഴിക്കാതിരിക്കാനും കഴിയും. അതെങ്ങനെയാ? അതിനൊരു സൂത്രപ്പണിയുണ്ട്, അതുകൂടി കേട്ടു. അവരുടെ മഹ്ബൂബായ റബ്ബിൽ അവർ ലയിച്ചിരിക്കുകയാണ്. അതാണ് ഇശാഇനടുത്ത് ഒതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞത്. എന്താണ് അവരോട് നിർദ്ദേശം? ഇശാഇനടുത്ത ഒളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇശാഇന്റെയും സുബ്ഹിന്റെ ഇടയിൽ ഒരു കീഴ്വായു പോലും
പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ഇതിങ്ങനെ നിക്കരിക്കുക തന്നെയല്ലേ, നിക്കരിക്കുക. രാത്രി വെറുതെ കുത്തിരിക്കല്ലോ, നിസ്കരിക്കാൻ. ഇങ്ങനെ കുമ്പിട്ടിട്ടും തല കുത്തിമറിഞ്ഞിട്ടും എഴുന്നേറ്റിട്ടും പിന്നെയും കുമ്പിട്ടും കുത്തിമറിഞ്ഞും എഴുന്നേറ്റും അല്ലേ, ഇശായിനെടുത്ത ഉളു മുറുക്കി പിടിച്ച് സുബി വരെയൊക്കെ പോകാന്നൊക്കെ പറഞ്ഞാൽ അതന്നെ ഒരു കറാമത്താണ്, അതന്നെ വലിയൊരു കറാമത്ത്. എന്തായാലും ഔലിയാപ്പന്മാരെയൊക്കെ കഥ എന്താ പാലിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരോട് കൽപ്പിക്കപ്പെട്ടതാണ് ചെയ്യുന്നത്. ചുറ്റി നടന്ന കാലങ്ങൾ പല നാടുകളിലായി, കാടുകളിലായി അള്ളാഹുവിന്റെ നിർദ്ദേശത്തിൽ വ്യത്യസ്ത ദേശങ്ങളിലൂടെ അവർ പലായനം ചെയ്യുകയാണ്. അതിനുശേഷം അവരോട് കൽപ്പന വരുന്നു, ഇരിക്കൂ, ഇരിക്കേണ്ട കുർസിയിൽ ഇരുന്ന് സംസാരിക്കൂ. ആ വിളിയാളം വരുമ്പോൾ അവരിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ചില ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഔലിയാപ്പാപ്പന്മാർ എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇറങ്ങി നടക്കുന്നത്. ചില സമയങ്ങളിൽ ഏതെങ്കിലും കടത്തിണയിൽ കയറി ഇരിക്കുന്നു, ചില സമയത്ത് എവിടെയോ കയറി കിടന്ന് ഉറങ്ങുന്നു. ഇവർ പലപ്പോഴും നിസ്കരിക്കുന്നില്ല, ഇവര് ഇസ്ലാമികമായ ആരാധനകളൊന്നും നിർവഹിക്കുന്നില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നും. പക്ഷെ ഓർക്കുക, ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഔലിയാക്കളോട് പറയും, ആ കേക്കാട്ട് നടന്നോട്, അപ്പൊ ഇങ്ങനെ കേക്കാട്ട് നടക്കും. അവിടെ നിന്നോ, അപ്പൊ അവിടെ നിൽക്കും. ഇനി വലത്തോട്ട് നടന്നോട്, ആ വലത്തോട്ട് നടക്കും. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ചുറ്റും നടക്കുന്ന ആൾക്കാർ എന്താ ഇത്, എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ വാസ്തവത്തിൽ ഇത് റിമോട്ട് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അള്ളാഹ് പറയും, കൽപ്പിക്കും, അതേപോലെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന ആള് മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏർവാടി ദർഗയിൽ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. പല പരിപാടികളിലും ഉണ്ടാവും. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതങ്ങ് ചെയ്യും. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചുറ്റും നടക്കുന്ന ആൾക്കാരെ കുറിച്ച് ബോധം ഉണ്ടാവില്ല. അവർ ചെല്ലുന്നത് കാണുന്നത് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതിന് അറബിയിൽ ഈ കറാമത്തിന്റെ ഭാഷയിൽ ജദുബിന്റെ ഹാല് എന്നാ പറയാ. ജദ് പറഞ്ഞാൽ ഭ്രാന്ത് എന്നാണ് അർത്ഥം. നൽഫതിറ്റാണ്ടോളം വളു പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. വാഴ്ന്നു പറയാനല്ല, മൈക്ക് വെച്ച് ഇങ്ങനെ വാഴ്ന്നു പറയുന്നല്ല. പിന്നെയോ ആവശ്യമായ സ്ഥലത്ത് വന്ന് ആളുകൾക്ക് ഉപദേശവും നസീഹത്തും, അതും നിർദ്ദേശത്തിൽ. അപ്പൊ ഇന്നത്തെ മൂല്യന്മാര് വയൽ പറയുന്ന പോലെയല്ല. അന്നത്തെ വയൽ അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ വയൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയിട്ട് വയൽ പറയാൻ പറയും. 40 കൊല്ലം അങ്ങനെ വയൽ പറഞ്ഞ മഹാനാണ്, 90 വയസ്സുകാരൻ ജീവിച്ച ആളാണെന്നൊക്കെയാണ് കഥ. അല്ലെ 40 വർഷം നടന്ന് വയൽ പറയാ എന്ന് പറയുമ്പോൾ ഈ വയൽ പറയുന്നത് അവർ വിചാരിക്കുന്നിടത്തല്ല, അവർക്ക് നിർദ്ദേശം കിട്ടും, അതിനനുസരിച്ച് പോകണം. അപ്പം വയൽ പറയാൻ നിർദ്ദേശം കിട്ടി, അള്ളാന്റെ നിർദ്ദേശം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ റെഡിയായി വയൽ പറയാനുള്ള എല്ലാ സാധന സാമഗ്രികളും യാത്രക്ക് വേണ്ട ഒരുക്കങ്ങളും എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുക, പോണില്ല. എന്താ ഇപ്പൊ പോകാനായിട്ടില്ല, ഇന്ധനം വരുന്നതേ ഉള്ളൂ. അതാണ് സംഭവം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഅദ് പറയാൻ വേണ്ടിയുള്ള എല്ലാം പൂർത്തിയായപ്പോൾ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എല്ലാ കിതാബിലുള്ള സംഭവമാണ്. ചോദിച്ചു, യാ ബുനയ്യ ലിമ ലാ തതകല്ലം, എന്താണ് ആളുകളോട് ഉപദേശിക്കാത്തത്, എന്താണ് വഅദ് പറഞ്ഞു കൊടുക്കാത്തത്? ഹബീബായ തങ്ങളെ നിർദ്ദേശം കാത്തിരിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തഹു. അതാണ് അള്ളാഹ് പറഞ്ഞു പൊയ്ക്കൂട് വയൽ പറയാന്ന്. പക്ഷെ ശരിക്കുള്ള നിർദ്ദേശം കിട്ടണം, ഇന്ധനം ഫില്ല് ചെയ്യണം. ഇവരെങ്ങനെയാണ് പെട്രോൾ ഇല്ലാത്ത കാർ കൊണ്ട് ഓടിയത് എന്നും ഇവരെങ്ങനെയാണ് ഇന്ധനം തീർന്ന വിമാനവും ട്രെയിനും ഒക്കെ പിന്നെയും കുറെ ദൂരം പറത്തുന്നത് എന്നും ഇവരെങ്ങനെയാണ് നിന്ന നിപ്പിൽ മറ്റു പല ദേശങ്ങളിലേക്കും എത്തുന്നത് എന്നൊക്കെ പലരും അത്ഭുതം കൂറിയിട്ടുണ്ട്. ഒന്നും അത്ഭുതിക്കേണ്ട, അതൊക്കെ ഈ തരം ചില ഇന്ധനങ്ങൾ അവിടെ നിന്ന് വന്ന് നിറയാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ എന്താ പോവാത്ത, വയൽ പറയാൻ എന്താ പോവാത്ത എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല അള്ളാഹുവിന്റെ റസൂല് വന്നില്ല, പെർമിഷൻ കിട്ടിയില്ല. അപ്പൊ നബി പറഞ്ഞു, ദാ അപ്പൊ ഞാൻ വന്നില്ലേ, അതുകൊണ്ട് ഇനി തൊള്ള പൊളിച്ച ആള് എന്ന് പറഞ്ഞു. മൊയ്തീൻ ഷെയ്ഖ് തൊള്ള പൊളിച്ചു കൊടുത്തു. അപ്പൊ മുത്ത് നബി പറഞ്ഞു, വായ തുറക്കൂ. വായ തുറന്നപ്പോൾ 7 തവണ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായയിലേക്ക് തുപ്പിക്കൊടുക്കുകയാണ്. അതാണ് ഇന്ധനം നിറച്ചു. വായ തുറക്ക് എന്ന് പറഞ്ഞു. വായ തുറന്നു, എന്നിട്ട് തുപ്പിക്കൊടുത്തു. ആർക്ക്? മൊയ്തീൻ ഷെയ്ഖിന്റെ വായിലേക്ക്. ആര്? മുത്തനബി. ഈ മുത്തനബീന്റെ ശിഷ്യന്മാരും പാരമ്പര്യവും അവകാശപ്പെടുന്ന തങ്ങന്മാരും കറാമത്തുடைய ഔലിയാക്കന്മാരും CM AP വായിലും AP ചെറിയ പ്രായത്തിൽ നൗഷാദ് ഹസനിന്റെ വായിലും ഇതേപോലെ തുപ്പിക്കൊടുത്തിട്ടാണോ വയൽ പറയാൻ തുടങ്ങിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇവരൊക്കെ വയൽ പറയാൻ തുടങ്ങുമ്പോൾ ഉസ്താദുമാരുടെ പുണ്യവും ആശീർവാദവും ഇസ്ലാം ഉസ്താദുമാരുടെ അനുഗ്രഹവും വാങ്ങുക എന്നത് പതിവുള്ള കാര്യമാണല്ലോ. CM AP AP ഉസ്താദ് ഈ പറയുന്ന നൗഷാദിനെയും ഒക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടോ, ഇന്ധനം നിറച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങളാണ് പറയേണ്ടത്.
ഇനി മുഹമ്മദ് നബി മാത്രം തുപ്പിയാൽ ശരിയാവുമോ? പോരാ. മുഹമ്മദ് നബിന്റെ മരുവനെയും വിളിച്ചു തുപ്പാന്. ഔലിയപ്പാപ്പ ഇങ്ങനെ തൊള്ളയും പൊളിച്ചിരിക്കുക. നബി വന്നു 7 തവണ തുപ്പി. പിന്നെ അലി വന്നു, അലിയും തുപ്പി. പിന്നെ അലിയാർ വന്നു റളിയല്ലാഹു അൻഹു. അലിയാർ വന്ന് അവരും തുപ്പിക്കൊടുത്ത് സമ്മതം കൊടുത്തതിന്റെ ശേഷമാണ് മഹാനായ ശൈഖ് അവറുകൾ വഅദ് പറയാൻ വേണ്ടി നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ തുപ്പാണ് കിട്ടിയപ്പോഴാണ് പുള്ളിക്ക് ഇന്ധനം നിറഞ്ഞത്. പിന്നെ അങ്ങോട്ട് 40 കൊല്ലം ഒരു നിർത്താതെ വയലുറച്ചില്. കാലം ഊണും മുറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്നവർ. ഊണില്ല, ഭക്ഷണമില്ല, ഉറക്കമില്ല, അതൊന്നും കൂടാതെ വർഷങ്ങളോളം ശൈഖ് അവറുകൾ ജീവിക്കുകയാണ്. പല സമയത്തും ഇബ്ലീസ് അവരെ ചതിച്ച് കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു. അവരെ പറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നപ്പോൾ ആ ഇബ്ലീസിനെ തന്നെ ഇനി ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത രൂപത്തിൽ തിരിച്ചയക്കുകയാണ്. അവിടെയും വിജയിക്കുകയാണ് മഹാനായ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു. ഇബ്ലീസ് വന്നപ്പോ ഷെയ്ഖ് അങ്ങനെ തൊള്ള വിളിച്ചിട്ടുണ്ടാവും. തൊള്ള വിളിച്ച് ഈ തുപ്പലത്തിന്റെ മണമൊക്കെ കൂടെ ആയിട്ട് ഇബ്ലീസിന് സഹിക്കാൻ വയ്യാതെ ഇബ്ലീസ് തിരിച്ചു ഓടിപ്പോയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇജാതി ഷെയ്ഖന്മാരും ഇജാതി ഷെയ്ഖന്മാരുടെ ഈ ജാതി കറാമത്തുകൾ, ഈ ജാതി ഉളുപ്പില്ലാതെ പറയാൻ പറ്റുന്ന മൂല്യന്മാരുള്ള കാലത്തോളം അൽ-ഉസ്താദ് റോസ്റ്റഡിൽ കണ്ടന്റിന് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.